തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ച 2ാം ക്ലാസ്സുകാരി കൃഷ്ണേന്ദുവിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ബസ്സിൽ നിന്ന് ഇറങ്ങി കൃഷ്ണേന്ദു വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. റോഡിലേക്ക് തെറിച്ചു വീണത് എങ്ങനെയെന്ന് വ്യക്തമല്ല. ഇത് മടവൂരാണ്. കിളിമാനൂരിൽ നിന്ന് 10 കിലോമീറ്ററിലുള്ള പ്രദേശമാണ് മടവൂർ. മടവൂരിൽ ഈ പ്രദേശത്ത് ദാരുണമായ അപകടം സംഭവിക്കുന്നത് 2ാം ക്ലാസ്സുകാരിയായ കൃഷ്ണേന്ദു സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തി വീട്ടിലേക്ക് പോകുമ്പോഴി താൻ എത്തിയ സ്കൂൾ ബസ്സിനടിയിൽ തന്നെ അപകടത്തിൽപ്പെടുന്നു. അങ്ങനെ പിൻചക്രങ്ങൾ ശരീരത്തിലൂടെ കയറി തൽക്ഷണം മരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ദൗർഭാഗ്യകരമായ വാർത്ത. നാട്ടുകാർക്ക് എല്ലാവർക്കും ആ ഞെട്ടലിലാണ് അവർ ഉള്ളത്. കാരണം ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ഈ പ്രദേശത്ത് ചെറിയ റോഡാണ്. മിനി ബസ്സാണ് സ്കൂളിനുള്ളത്. ആ മിനി ബസ്സിലാണ് എന്നും കൃഷ്ണേന്ദു വന്ന് ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ചുവടുകൾക്കപ്പുറം കൃഷ്ണേന്ദുവിൻ്റെ വീടാണ്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ റോഡാണ്. തൊട്ടിപ്പുറത്ത് കൃഷ്ണേന്ദുവിൻ്റെ വീട് നമുക്ക് കാണാം. കാരണം ഈ ബസ്സിൻ്റെ വാതിലിലൂടെ ഇവിടെ ഇറങ്ങിയാൽ നേരെ വീട്ടിലേക്ക് നടന്നു പോകുന്ന ശീലമാണ് ഇന്നും ഉള്ളത്. ഇന്ന് അച്ഛനും അമ്മയും രണ്ടുപേരും ജോലിക്കാരായതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണേന്ദു തൊട്ടിപ്പുറത്ത് ഈ പറമ്പിൽ കാണുന്ന വീട്ടിലേക്ക്, അത് കൃഷ്ണേന്ദുവിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ്. അങ്ങനെ വല്യച്ഛൻ്റെ വീട്ടിലേക്ക് ഈ വഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യം ദൃക്സാക്ഷി, ഈ ബസ്സിന് തൊട്ട് പിന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞിരുന്നത് ഈ കേബിളിൽ കാല് കുരുങ്ങിയാണ് ഈ കുഞ്ഞ് റോഡിലേക്ക് വീണതെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കേബിൾ കാണാം. കാരണം കേബിളിൻ്റെ പണി നടക്കുന്ന ദിവസമാണ്. കേബിൾ പണിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അലക്ഷ്യമായി ഈ കേബിൾ കിടന്നു. അത് കാലിൽ കുരുങ്ങിയെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ, അദ്ദേഹം ഉൾപ്പെടെയുള്ളവരാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചത്. ഇപ്പോഴും നമുക്ക് കാണാം കേബിൾ ഇത്തരത്തിൽ അലക്ഷ്യമായി കിടക്കുകയാണ്. പൂർണ്ണമായി പോസ്റ്റിലേക്ക് കെട്ടിയിട്ടില്ല. തൊട്ടിപ്പുറത്ത് കേബിൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി പറഞ്ഞത് ഇത് ബസ് തന്നെ തട്ടിയതാണെന്ന് അദ്ദേഹവും പറയുന്നു. എന്തായാലും ദൃക്സാക്ഷികൾ രണ്ടുപേരും ഈ പറയുന്ന കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ വീണു എന്നതിൽ നിലവിൽ വ്യക്തതയില്ല. തൊട്ടു പിന്നാലെ നാട്ടുകാരെത്തി അപ്പോൾ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ പ്രദേശത്ത് വെച്ചാണ് അപകടം സംഭവിക്കുന്നത്. എന്തായാലും അപകടം സംഭവിച്ച ഉടൻ തന്നെ തൽക്ഷണം മരണമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വീട്ടിൽ അച്ഛൻ മണികണ്ഠൻ KSRTC ജീവനക്കാരനാണ്. അമ്മ ശരണ്യ തൊട്ടടുത്ത പ്രദേശത്തെ കടയിൽ ജോലി നോക്കുകയാണ്. ഒരു സഹോദരനുണ്ട്, +1 വിദ്യാർത്ഥിയാണ്. ഷ്യാമിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.